ക്രിസ്തുവിൽ എനിക്ക് എത്രയും പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും വലിയ ദൈവസാന്നിധ്യത്തിനകത്താണ്. കർത്താവിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, ഗ്രേസ് ടോക്സിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുവാൻ പോകുന്ന വചനഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം, അതിന്റെ 10-ാം അധ്യായം 13-ാം വാക്യമാണ്. വചനം ഇങ്ങനെയാണ് പറയുന്നത്: മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനം ഉണ്ടാകാൻ ദൈവം അനുവദിക്കില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം ഇതാണ് പറയുന്നത്: മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനം ഉണ്ടായിട്ടില്ലെന്ന് പറയണേ. പ്രിയപ്പെട്ടവര്, നിങ്ങൾ ഏതെങ്കിലും ഒരു ടെംപ്റ്റേഷനിലൂടെ, ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രലോഭനത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞോണം, സാധാരണ എല്ലാവർക്കും വരുന്നൊരു കാര്യം തന്നെയാണ്. ഇനി പുതിയ ഒന്ന് ഉണ്ടായിട്ടില്ല, എല്ലാ മനുഷ്യർക്കും സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പറയും, ഇതുപോലത്തെ ഒന്നും മറ്റുള്ള ആർക്കും വന്നിട്ടില്ല, എനിക്ക് മാത്രം സംഭവിച്ച. പ്രിയപ്പെട്ടവരെ, സത്യം പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ മറ്റു വ്യക്തികളുടെ ജീവിതം എടുത്തു നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സത്യം ഇതാണ്: നമ്മൾ അനുഭവിച്ചതിനേക്കാളും വലുതാ മറ്റു പലരും അനുഭവിച്ചിട്ടുള്ളത്. ഇതെന്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയതാണ്. നമ്മൾ പറയും നമ്മുടേതാ ഏറ്റവും വലുതെന്ന്. പക്ഷെ മറ്റൊരുവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ അനുഭവിച്ചൊന്നുമല്ലെന്ന്. രണ്ടാമത്തെ പറയുന്നത് ഇതാണ്: ദൈവം വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവരെ, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് മങ്ങലേറ്റിട്ടില്ലെന്നേ. നമ്മുടെ അവിശ്വസ്തത ദൈവത്തിന്റെ വിശ്വസ്തതയെടുത്ത് മാറ്റത്തില്ല. ദൈവത്തിന്റെ വിശ്വസ്തത നമ്മുടെ അവിശ്വസ്തതയെ ഓവർ ഷാഡോ ചെയ്യും. അതായത് നമ്മുടെ അവിശ്വസ്തതയെക്കാളും വലുതാണ് ദൈവത്തിന്റെ വിശ്വസ്തത എന്ന് പറയുന്നത്. നമ്മുടെ അവിശ്വസ്തത ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് ഒരിക്കലും ഒരു തടസ്സമായി ദൈവം കാണുന്നില്ല. ഇനി മൂന്നാമത്തെ കാര്യം പറയുന്നത് എങ്ങനെയാണ്: നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനം ഉണ്ടാകാൻ ദൈവം അനുവദിക്കില്ല. മനസ്സിലാക്കിക്കോ, എന്തെങ്കിലും ഒരു പ്രലോഭനം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, അത് നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്ന്. നിങ്ങൾക്ക് എന്നിട്ടുണ്ടാകുന്ന സകല പ്രലോഭനങ്ങളെയും അതിജീവിക്കേണ്ട ശക്തി കർത്താവ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നിനക്ക് കഴിയാത്ത ഒന്ന് തന്ന് നിന്നെ പരീക്ഷിച്ച്, അതല്ലെങ്കിൽ നിനക്ക് കഴിയാത്ത ഒന്ന് തന്ന് നിന്നെ തകർത്ത് നിന്റെ ജീവിതത്തെ നശിപ്പിച്ച് കളയുന്ന ഒരു പദ്ധതി ദൈവത്തിനില്ല. ഏത് പ്രലോഭനം വന്നാലും ഉറപ്പിച്ചോ, ആ പ്രലോഭനം നിന്റെ കഴിവിനേക്കാളും താഴെയാണ്. നിനക്കതിനെ ജയിക്കുവാനുള്ള കഴിവുണ്ടെന്നേ ഒരാമൻ പറയുക. അടുത്ത കാര്യം, അവസാനത്തെ കാര്യമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ വേണ്ട കരുത്ത് അവിടുന്ന് നിങ്ങൾക്ക് തരും. ആമേൻ. ഇതാണ് ഗ്രേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുന്ന ഈ വചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്: നിങ്ങൾക്കൊരു പ്രലോഭനം വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, ആ പ്രലോഭനത്തെ ജയിക്കുവാനുള്ള കഴിവ് കർത്താവ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. നിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും കർത്താവ് അറിയുന്നുണ്ട്. ദൈവം അറിയാതെയല്ല ഒന്നും സംഭവിക്കുന്നത്. നമ്മൾ വിചാരിക്കും, നമ്മൾ ദൈവത്തോട് ചോദിക്കും. അപ്പോസ്തലന്മാര് വള്ളത്തിലായിരിക്കുമ്പോൾ കാറ്റടിച്ചപ്പോൾ യേശുവിനോട് ചോദിച്ചതുപോലെ, കർത്താവെ ഞങ്ങൾ നശിക്കുന്നതിന് കാണുന്നില്ലേ എന്നവർ ചോദിച്ചതുപോലെ നമ്മൾ ചോദിക്കും, ദൈവം നീ ഇതൊന്നും കാണുന്നില്ലേ, നിനക്ക് അറിയത്തില്ല എന്ന് ചോദിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് അറിയാം. നിങ്ങൾക്കിത് സംഭവിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം ഇത് അറിഞ്ഞിട്ടുണ്ട്. ദൈവം ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞോ, ദൈവത്തിന്റെ കയ്യിൽ ഇതിനുള്ള പ്രതിവിധിയുണ്ട്. ആമേൻ. പ്രതിവിധി ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടായതിന് ശേഷമുള്ള പ്രതിവിധിയല്ല. ഈ പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് മുൻപ് തന്നെ ദൈവത്തിന്റെ കയ്യിൽ പ്രതിവിധി ഉണ്ടെന്നേ. ആ പ്രതിവിധി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അയച്ചതിന് ശേഷമാണ് ഈ പ്രശ്നം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഈ പ്രശ്നത്തെ അതിജീവിക്കുവാനുള്ള ആത്മശക്തി, അഭിഷേകം, ദൈവ സാന്നിധ്യം ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് വന്നതിന് ശേഷം, അത് നിങ്ങളുടെ മേൽ വന്നതിന് ശേഷമാണ് ഈ പ്രശ്നം നിങ്ങളുടെ മേൽ വെളിപ്പെടുന്നത്. പലപ്പോഴും ഇതിനെക്കുറിച്ച് നമുക്ക് ബോധമില്ലെന്നേ ഉള്ളൂ. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഞാൻ ഇതിൽ തീർന്നു, ഞാൻ തകർന്നു പോകും, എൻ്റെ ജീവിതം തീർന്നു എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ടവർ, അതല്ല സത്യം. സത്യമെന്ന് പറയുന്നത് ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ പ്രശ്നത്തിന്റെ പ്രതിവിധി, അതായത് അതിനെ അതിജീവിക്കുവാൻ വേണ്ട ദൈവിക അഭിഷേകം, കർത്താവിന്റെ കൃപ നിങ്ങളുടെ മേൽ വന്നിട്ടുണ്ട്. ഈ കൃപ, നിങ്ങളുടെ മേൽ വന്നിരിക്കുന്ന ഈ ദൈവ കൃപ നിങ്ങൾക്കുണ്ടാകുന്ന സകല പ്രതിസന്ധികളെയും, സകല പ്രലോഭനങ്ങളെയും, സകല പൈശാചിക ആക്രമണങ്ങളെയും, നിങ്ങളുടെ ജീവിതത്തിനെതിരെ ഏതെല്ലാം രീതിയിൽ ദുഷ്ടൻ അവകാശം പറയുന്നുവോ, നിങ്ങളുടെ ജീവിതത്തിനെതിരെ ഏതെല്ലാം രീതിയിൽ ദുഷ്ടൻ പ്രവർത്തിക്കുന്നുവോ, അതിനെ തകർക്കുവാനായിട്ട് നിങ്ങളുടെ മേൽ വന്നിരിക്കുന്ന ഈ ദൈവകൃപയ്ക്ക് സാധിക്കും. ഈ ദൈവകൃപ നിങ്ങളുടെ മേൽ സമൃദ്ധമായിട്ടുണ്ടെന്നേ. പ്രലോഭനം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇതിനെ തകർക്കേണ്ട കൃപ നിങ്ങൾ
ഇതിനെ തകർക്കുവാൻ വേണ്ട കൃപ കർത്താവ് നിങ്ങളുടെ മേൽ ഇട്ടിട്ടുണ്ട്. ഈ കൃപ നിങ്ങളുടെ മേൽ വെളിപ്പെടുന്ന സമയമാണ്. ഇനി മുതൽ പ്രശ്നം കാണുമ്പോൾ നമ്മൾ ഭയപ്പെടുകയല്ല ചെയ്യുന്നത്. പ്രശ്നത്തെ അതിജീവിക്കുവാൻ, പ്രശ്നത്തെ ജയിക്കുവാൻ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ആത്മീക മനുഷ്യന്റെ അകത്ത് ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ദൈവകൃപയെ നമ്മൾ ഉജ്ജ്വലിപ്പിക്കുക മാത്രം ചെയ്താൽ മതി. ആ ദൈവിക ശക്തിയെ നമ്മൾ ഒന്ന് ഉജ്ജ്വലിപ്പിച്ചാൽ മതി. ബാക്കിയെല്ലാം ഈ കൃപ ചെയ്യും. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി ആഗ്രഹിക്കുന്നു. പ്രിയ സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കളെ ഈ നിമിഷം അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. അങ്ങയുടെ അതിപരിശുദ്ധമായ രക്തം പ്രിയപ്പെട്ടവരുടെ മേൽ വ്യാപരിക്കട്ടെ. ഇവർക്ക് മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും ഉണ്ടാകുന്നില്ലെന്ന് ഇവരറിയട്ടെ. കർത്താവെ, ഉണ്ടാകുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ദൈവകൃപ അവിടുന്ന് ഇവർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തിൽ അങ്ങയുടെ മക്കൾ വളർന്നു വരട്ടെ. അവിടുന്ന് നൽകിയിരിക്കുന്ന ദൈവകൃപ ഇവരുടെ മേൽ സമൃദ്ധമായി വ്യാപരിച്ചുകൊണ്ട് ആ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ ഇവർ അതിജീവിക്കട്ടെ, ജയിക്കട്ടെ. അങ്ങനെ സകല തിന്മകളുടെ മുകളിലും അവിടുത്തെ മക്കൾ ജയമെടുക്കട്ടെ. അവിടുത്തെ കരം ഇവരോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാരക രോഗങ്ങൾ കർത്താവ് സൗഖ്യമാക്കുന്നു. മാരക രോഗമെന്ന് പറയുമ്പോൾ വ്യക്തമായി ഞാൻ പറയാം, കർത്താവ് എന്നെ ബ്ലഡിൻ്റെ സെൽസുമായി ബന്ധപ്പെട്ട്, രക്തത്തിലെ സെൽസുമായി ബന്ധപ്പെട്ട് ചില ക്യാൻസറുകൾ അനുഭവിക്കുന്ന വ്യക്തികളെ ദൈവം കാണിക്കുന്നു. കർത്താവിൻ്റെ കരം സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെ രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്നത് പോലെയുള്ള ഒരു ബുദ്ധിമുട്ട് കർത്താവിനെ കാണിക്കുന്നു. രക്തക്കുഴലുകളുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കുന്നു. വെരിക്കോസസ് വെയിൻ പരിപൂർണമായി കർത്താവ് എടുത്തു മാറ്റുന്നു. ചിന്തകളാൽ കലുഷിതമായ മനസ്സ് മൂലം ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ആകുലപ്പെടുന്ന വ്യക്തിയെ കർത്താവ് സഹായിക്കുന്നു. ചിന്തകളെ വിവേചിക്കുവാനും ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനുമുള്ള ദൈവകൃപ ആ വ്യക്തിക്ക് കർത്താവ് നൽകുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ചിലരുടെ മേലേക്ക് കർത്താവിന്റെ സാന്നിധ്യം പകരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആത്മഹത്യ ചെയ്യുവാനായി ആഗ്രഹിക്കുന്ന ഒരു അപ്പനും അമ്മയും 3 കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു കുടുംബത്തെ കർത്താവ് ആ ചിന്തയിൽ നിന്ന്, ആ പ്രവണതയിൽ നിന്ന് പരിപൂർണമായി കർത്താവ് വിടുവിക്കുന്നു. ആത്മഹത്യയല്ല, കർത്താവിന്റെ കരം നിങ്ങളുടെ മേൽ വെളിപ്പെടും. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കരം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ.